ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ നല്ല മഞ്ഞായിരുന്നു കേട്ടോ. വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഭയങ്കര മഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞാണ് ഞാൻ വീണ്ടും പ്രോസസ്സ് ചെയ്തെടുത്തത്. അതിൻ്റെ അടുത്തൊന്ന് വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ച്. അതാണ് രാവിലത്തെ മഞ്ഞൊക്കെയാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കുക്കിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. ഇന്ന് നല്ല അടിപൊളി ഒരു ഹെയർ പാക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സബ്സ്ക്രൈബറായ ഗീത രതീഷ് എന്ന് പറഞ്ഞ ചേച്ചി എന്നോട് ചോദിച്ചായിരുന്നു, അച്ചുവിൻ്റെ മുടിയിൽ എന്നതാണ് മുടിക്ക് കൊടുക്കുന്ന സംരക്ഷണങ്ങൾ എന്നതൊക്കെയാണെന്ന് ചോദിച്ചായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അച്ചു ഉണ്ടായപ്പോൾ അച്ചുവിൻ്റെ തലമുടി എന്ന് പറഞ്ഞ സംഭവം ഇല്ലായിരുന്നു. ഒരു ഇച്ചിരി ഉള്ളായിരുന്നു. എനിക്ക് തോന്നുന്നു തലമുടിയൊക്കെ മുട്ട അടിച്ചതിന് ശേഷവും പിന്നെ നല്ല മുടി കിളുത്ത് വരും എന്ന് പറയുമല്ലോ, ആ സമയത്തും മുടി പഞ്ഞി പോലത്തെ മുടിയാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു അച്ചുവിൻ്റെ മുടി എനിക്ക് ഇത്രയൊക്കെ കൊണ്ടുവരാൻ പറ്റുമെന്ന്. ശരിക്കും ഞാൻ കഷ്ടപ്പെട്ടു കേട്ടോ. അന്നൊക്കെ മുടി നല്ല ഇതായിട്ട് എടുക്കാനും നല്ല നീളം വെപ്പിച്ചെടുക്കാനും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിൻ്റെയൊക്കെ റിസൾട്ട് കിട്ടി. നല്ലപോലെ അച്ചുവിൻ്റെ മുടിക്ക് ഭയങ്കര ചെമ്പ് കളറായിരുന്നു കേട്ടോ. ഒരു ചെറിയ കറുപ്പേ മുടിക്കുള്ളായിരുന്നു. ആ കറുപ്പൊക്കെ ഒരുപാട് ഇതായിട്ട് കിട്ടി. ചെമ്പ് കളറൊക്കെ ഒരുപാട് മാറി. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ അച്ഛൻ്റെ മുടിക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ എനിക്ക് ഒത്തിരി വെച്ചാൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന പോലെ നമുക്ക് തോന്നില്ല. അത് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന പോലെ അങ്ങനെ കിട്ടിയൊരു പാക്കാണ് ഇന്ന് അച്ഛൻ്റെ തല ഞാൻ ഇടുന്നത്. അപ്പോൾ അത് ഞാൻ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം എങ്ങനെയാണെങ്കിലും തലയിടും. അപ്പം ഞാൻ എന്നെ പാക്ക് ചെയ്താലും ഇന്നിപ്പോൾ ഒരെണ്ണം ചെയ്താലും അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അടുത്ത് അത് തന്നെ വേണമെങ്കിൽ ഞാൻ ചെയ്യും. പക്ഷേ അതിൻ്റെ അടുത്തത് തന്നെ വേറെ ഞാൻ മാറ്റി ചെയ്യത്തില്ല. കാര്യം നമ്മൾ ചെയ്യുന്നതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണ്. പിറ്റേ ദിവസം തന്നെ അടുത്തത് ചെയ്താൽ നമുക്ക് അതിലേതിനാണ് റിസൾട്ട് കിട്ടുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ഇതിന് മുന്നേ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരെണ്ണം ഇട്ടതിന് ശേഷം അതെങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷമാണ് അടുത്തിടുന്നത്. അപ്പം ഞാൻ അച്ഛൻ്റെ തലയിൽ ഞാൻ എന്നതൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഓരോ പ്രാവശ്യമായിട്ട് വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം. ഇന്നിപ്പം ഞാൻ അച്ഛൻ്റെ മുടിക്ക് ഞാൻ ചെയ്യുന്ന സംരക്ഷണം എന്നാന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നു. നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഉള്ള സംഭവങ്ങൾ തന്നെയാണ്. 10 പൈസ ചിലവില്ലാത്ത കാര്യമാണ്. ഒരുപാട് പൈസ ചിലവാക്കി നമ്മൾ തലയിൽ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ലെന്നേ. നമ്മൾ വീട്ടുമുറ്റത്തോടെ നമ്മൾ നോക്കിയാൽ കാണുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം കൊണ്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എന്നായിരുന്നു എൻ്റെ തലമുടി, എനിക്ക് ഹോർമോൺ നല്ലപോലെയുള്ള വ്യക്തിയാണ്. ഹോർമോൺ കൂടുമ്പോൾ എൻ്റെ മുടി നല്ലപോലെ പൊഴിയാറുണ്ട്. അപ്പം ഞാനും ഇതിടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ നേരത്തെ എന്നൊക്കെ പറയുന്നത് ഒന്നും ചെയ്തില്ലായിരുന്നു കേട്ടോ. അച്ഛൻ്റെ മുടിയാണ് കൂടുതലും ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അമ്മമാരെല്ലാം അങ്ങനെയാണല്ലോ. പെൺമക്കളുണ്ടെങ്കിൽ അവർക്ക് നല്ല അവരുടെ മുടി സംരക്ഷിക്കുക, അവരുടെ മുഖത്തിന് ഇത് എടുക്കുക, അങ്ങനെയൊക്കെയാണ്. ഇപ്പം നമ്മൾ ഈ ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ തലയും മോന്തയൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പം ഞാനും എൻ്റെ മുടിയെല്ലാം ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരത്തെ വീഡിയോ കണ്ടറിയേണ്ട ഇവിടെ ഇങ്ങനെ തെളിഞ്ഞായിരുന്നു ഇരിക്കുന്നത്. ഇപ്പം ഇവിടെ കണ്ടോ നല്ല കുഞ്ഞു 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 ഹെയറുകൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കത് കാണുമ്പോൾ അറിയാം. നല്ല വ്യത്യാസം. എനിക്ക് മുടി പൊഴിച്ചൽ ഒരുപാട് കുറഞ്ഞു. ഭയങ്കരമായിട്ട് പൊഴിയായിരുന്നു. എനിക്ക് തന്നെ അങ്ങ് പേടിയാവുമായിരുന്നു മുടി പൊഴിയുന്നത് കാണുമ്പോഴത്തേക്ക്. അപ്പോൾ ചീപ്പ് തൊടാൻ പറ്റത്തില്ലായിരുന്നു. അതുപോലെ മുടി പൊഴിയുമായിരുന്നു. അപ്പോൾ ഈ ഹോർമോണും തൈറോയിഡും ഒക്കെ ഉള്ളവരുടെ എല്ലാ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളോട് പറഞ്ഞ് ആദ്യം മനസ്സിലാക്കി തരുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ളവർക്കും ഒക്കെ ഇത് പ്രയോജനപ്പെടുമെന്നാണ്. അല്ലാതെ ഒരുപാട് വാചകം അടിച്ച് നിങ്ങളൊന്നും ബോറടിപ്പിക്കുമല്ലോ കേട്ടോ. അപ്പം നമുക്ക് ബാക്കിയൊക്കെ ഇനി വീഡിയോയിലൂടെ കാണാം. ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിലൂടെ തന്നെ പറയാം കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, നിങ്ങൾക്കത് പ്രയോജനപ്പെട്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ, കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക. കാണുന്നവർ, പുതിയതായിട്ട് കാണാൻ വന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക കേട്ടോ. മറക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്യാനെങ്കിലും മറക്കാതെ ലൈക്കെങ്കിലും ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഒത്തിരി നീട്ടി പോകുന്നില്ല. നമുക്ക് വിശേഷങ്ങളൊക്കെ ആയിട്ട് മുടിയുടെ എന്നൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. രാവിലത്തെ ഒരു ശകലം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോസിൽ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ ഉടനെ മുടിയുടെ കെയറിൻ്റെ ഒക്കെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക. നിങ്ങൾക്ക് അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാമേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പവും മുട്ടക്കറിയൊക്കെയാണ്. അപ്പം അതെല്ലാം റെഡിയായി ഞങ്ങൾ കഴിക്കാനൊക്കെ തുടങ്ങുവാണ്. ഇതെല്ലാം കഴിച്ചെല്ലാം കഴിഞ്ഞേച്ച് വേണം അച്ഛൻ്റെ മുടിയിലോട്ട് ഇതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട്, ഇനി തുടങ്ങാനായിട്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം നമുക്ക് അച്ഛൻ്റെ മുടിയെ ഞാൻ എന്നതൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് വീഡിയോയിലൂടെ കാണാമേ. ഇതൊക്കെയാണ് ഞാൻ അച്ചുവിൻ്റെ മുടി സംരക്ഷണത്തിന് വേണ്ടി എടുക്കുന്ന സാധനങ്ങൾ. മുരിങ്ങയില, കയ്യോന്നി, പിന്നെ തുളസി ഇല, പിന്നെ കറ്റാർ വാഴ ജെല്ല് വേണ്ട ഇതുണ്ട്. ഇതുപോലെ തണ്ട് നടുക്കൂടെ കീറിയേച്ച് അതിനകത്തുനിന്ന് മുഴുവൻ വടിച്ചെടുത്താണ്. ചിലർക്ക് ഇതിൻ്റെ തൊലി ഒക്കെ അലർജി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ ചൊറിച്ചിൽ വരും. പിന്നെ വെച്ചാൽ ഇത് ഇച്ചിരി നേരത്തെ മുറിച്ച് അതിൻ്റെ മഞ്ഞക്കളറൊക്കെ കളഞ്ഞു വേണം എടുക്കാനായിട്ട്. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഉലുവ രാവിലെ ഞാൻ വെള്ളത്തിയിട്ട് കൂത്തെടുത്താണ് ഉലുവായ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇതിനി മുഴുവനും ഞാൻ അരച്ചുകൊണ്ട് വരട്ടെ. അപ്പം ഞാൻ ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടോ. ഞാൻ ഇച്ചിരി തണുത്ത വെള്ളം കൂടെ ചേർത്താണ് അരച്ചത്. അപ്പോൾ ഇത് നല്ലപോലെ നമുക്ക് അരച്ചെടുക്കാനും പറ്റും. അതുപോലെ തന്നെ ഇത് ചൂടാകത്തുമില്ല മിക്സ് ചെയ്യുന്ന നേരത്തേക്ക്. ഇച്ചിരി ഫ്രീസറിലോട്ട് ഞാൻ ഇച്ചിരി വെള്ളം വെച്ചേക്കും, ഒരു ചെറിയ ഐസോട് കൂടിയുള്ള. അപ്പം നമുക്ക് തണുപ്പൊന്നും ഇല്ല കേട്ടോ. നല്ലപോലെ അരഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് തണുപ്പും അങ്ങ് പോകും. അപ്പം നമുക്ക് നല്ലപോലെ ഇതുണ്ട്, നല്ലപോലെ അരഞ്ഞ് കിട്ടും. ഇതുപോലെ നമുക്ക് അരഞ്ഞ് കിട്ടണം.
അച്ചുവിൻ്റെ മുടിയെ ആദ്യമേ ചീകി വെച്ചു. ചീകി ഉടക്കെല്ലാം കളഞ്ഞ്, ഉടക്കൊന്നുമില്ലല്ലോ. ചീകി നല്ലപോലെ ഉടക്കൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുവാണ്. ഇനി തലയിലോട്ട് ശകല എണ്ണ തേച്ച് കൊടുക്കുവേ. ഒരുപാടൊന്നും എണ്ണ തേക്കുന്നില്ല കേട്ടോ. പിന്നെ അച്ഛൻ്റെ വരെ തേക്കുന്ന കൂടുതലും ഇങ്ങനത്തെ ഈ ആൽമണ്ട് ഓയിലാണ്. ഇതിനകത്ത് വൈറ്റമിൻ ഇ ഒക്കെ ഉള്ളതുകൊണ്ട് മുടിക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ഇത് ഒരുപാട് സ്റ്റിക്കി അല്ല. അതുകൊണ്ട് സ്കൂളിൽ പോകുന്ന പിള്ളേർക്കൊക്കെ തലയിൽ തേക്കാനായിട്ട് ഇഷ്ടം തോന്നുന്നതാണ്. കാരണം അച്ഛന് ഒരുപാട് സ്റ്റിക്കി ആയിട്ട് മുടി കിടക്കുന്ന ഇഷ്ടമല്ല. തലയിൽ നല്ലപോലെ എണ്ണ തേച്ചിട്ട് വേണം നമ്മൾ തലയിൽ ഏത് പായ്ക്കിട്ടാലും നല്ലപോലെ എണ്ണ തേച്ചിട്ട് വേണം കേട്ടോ. ഞാൻ തലയിൽ നല്ലപോലെ മുടിയിൽ എണ്ണ ഒന്ന് തേക്കട്ടെ. തലയിൽ നല്ലപോലെ എണ്ണ തേച്ച് കേട്ടോ. നല്ലപോലെ എണ്ണ തേച്ച് നമ്മൾ തലയിൽ എണ്ണ ചെയ്യണം. നല്ലപോലെ എണ്ണ തേച്ചില്ലെങ്കിൽ മുടിക്ക് കേടാണ്. മുടി ഒരുമാതിരി ചകിരിനാര് പോലെ കിടക്കും. അതിനാണ് എണ്ണ തേച്ചാലും തലയിൽ ഇച്ചിരി എണ്ണ തേക്കാൻ പറയുന്നത്. ഇനി നമുക്ക് തലയിൽ തേക്കാവേ. ഇന്ന് ഞാൻ ഇതുപോലെ തന്നെയാണ് എടുത്തേക്കുന്നത്. ഇത് കണ്ട് ഇതുപോലെ ഒരു കുപ്പി എടുത്ത്, ഇതിന് വലിയൊരു ഹോളിട്ട്, ഇത് ഇച്ചിരി വലിയ കുപ്പിയാണ് എടുത്തേക്കുന്നത്, ചെറിയ കുപ്പിയല്ല. ഇതിന് ഇച്ചിരി വലിപ്പമുള്ളതായിട്ട്, മറ്റേ ഒരു കരട വല്ലതും വന്നാലും തങ്ങി നിൽക്കാതിരിക്കാനായിട്ട്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് തലയിൽ ഒഴിക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ വീണാനും സ്റ്റാൻഡിൽ തട്ടി തല ഇങ്ങനെ ഇങ്ങോട്ട് വെച്ച് ഇത് കണ്ടോ, മേത്ത് വീഴാതെ നമുക്ക് നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കാൻ പറ്റും. ഇങ്ങനെ തലയിൽ ഇങ്ങനെ തലമുടി വകഞ്ഞ് വേണം ചെയ്യാനായിട്ട്. വകച്ചിലെടുത്ത് ചെയ്യാൻ പറയുന്നതെന്ന് വെച്ചാൽ തലയോട്ടിയിലോട്ട് നല്ലപോലെ പറ്റാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ മുടിയുടെ പുറമേ മാത്രമായാൽ മുടിക്ക് ആ ഒരു റിസൾട്ട് കറക്റ്റ് കിട്ടത്തില്ല. നമ്മളല്ലാതെ പാത്രത്തിൽ നിന്നൊക്കെ എടുത്ത് ഒഴിക്കുമ്പോണ്ടല്ലോ നമ്മുടെ കൈ മുഴുവനാകുകയും ചെയ്യും. നമ്മൾ പെരട്ടുന്നവരുടെ ദേഹത്തും വീണ് മുഴുവനും കുളവാകും. അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുക. അപ്പോൾ നമുക്ക് മുടിയുടെ ഇടയ്ക്കെല്ലാം നല്ലപോലെ തേച്ച് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ തേച്ചിട്ടേ കാര്യമുള്ളൂ കേട്ടോ. അല്ല മുടിയുടെ പുറമേ ചുമ്മാ വാരി തേച്ചിട്ട് ഒരു പ്രയോജനവും കിട്ടത്തില്ല. അപ്പോൾ ഇത് മുഴുവനും തല തേച്ച് കൊടുക്കട്ടെ. ഇതിൻ്റെ തലയിൽ ഞാൻ ശരിക്കും തലയോട്ടി എല്ലാം പരട്ടി കഴിഞ്ഞു കേട്ടോ. പരട്ടി കഴിഞ്ഞേച്ച് ഇതിപ്പോൾ നമ്മളിങ്ങനെ ഈ കുപ്പിക്കകത്ത് എടുത്ത് വെക്കുന്നത് കുറേ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ തേക്കാനുള്ളതോളം നമുക്ക് കിട്ടും. ഇച്ചിരി കൂടുതലങ്ങ് അരച്ചെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ എപ്പോഴും അരയ്ക്കാനായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. തലയോട്ടി എല്ലാം നല്ലപോലെ പിടിപ്പിച്ച് കഴിച്ച പിന്നെ മുടിയുടെ പുറത്തും കൂടെ ഒന്ന് ഇതായിട്ടങ്ങ് തേച്ച് കൊടുക്കുവാണ്. മുടിയുടെ താഴത്തൊക്കെ ഇങ്ങനെ തേച്ചിട്ടുണ്ട്, ഒത്തിരി തേച്ചിട്ടില്ല. കൂടുതലും ഇവിടെ ഇങ്ങനെ തലയോട്ടിയിലാണ് കൂടുതലും തേച്ച് പിടിപ്പിച്ചേക്കുന്നത്. ഇനി മുടി വാരി കെട്ടി വെച്ചു. എനിക്ക് എൻ്റെ കൈ ഒന്ന് കേട്ടോ. വാരി കെട്ടി വെച്ചു. ഇങ്ങനെ ഒതുക്കി അങ്ങ് കെട്ടി വെച്ചത്. പിന്നെ തലയിൽ തേക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന കൂട്ടത്തിൽ മുരിങ്ങയില എന്തോരം എടുത്താലും അത്രയും നല്ലതാണ് കേട്ടോ. മുരിങ്ങയില നല്ലതാണ് തലയ്ക്ക്. ഇനിയിപ്പോൾ ഇതിങ്ങനെ കെട്ടി വെച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് തലമുടി കുളിക്കാം. അച്ചു ഷാമ്പൂ യാതൊന്നും തേക്കത്തില്ല കേട്ടോ. ചുമ്മാ മുടി അങ്ങ് വാഷ് ചെയ്യത്തേ ഉള്ളൂ. നല്ലപോലെ ഒലച്ച് കഴുകും. തലയിൽ ഈ പൊടി പോലെ ഉള്ളത് പോകാൻ വേണ്ടി അത്രേ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതിന് ശേഷം കാണാവേ. അച്ചുവിൻ്റെ മുടി ഇന്നലെ കണ്ടാൽ വലിയ സ്റ്റിക്കി ആയിട്ട് കിടക്കത്തില്ല എണ്ണ തേച്ച് കഴിഞ്ഞാൽ. ഇതിപ്പോൾ ഇന്ന് രാവിലെയാണ് എടുക്കുന്നത്. പിറ്റേ ദിവസം രാവിലെയാണ് എടുക്കുന്നത്. ഇന്ന് രാവിലെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഏത് ദിവസമാണ്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് എടുക്കുന്നത്. ഇത് കണ്ടോ, മുടി വലിയ സ്റ്റിക്കി ആയിട്ടല്ല കിടക്കുന്നത്. പിന്നെ ആ ഒരു പൊടിയൊക്കെ ഇച്ചിരി തലയിലുണ്ട് കേട്ടോ, നമ്മുടെ ഇന്നലെ ഇട്ടതിൻ്റെ പാക്കിൻ്റെ. ഇനി നാളെ മുടിയുടെ തുമ്പൊക്കെ ഒന്ന് മുറിക്കണം. നല്ല കട്ട ഇതായിരുന്നു കേട്ടോ. ചെമ്പ് എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് അച്ഛൻ്റെ മുടി കളർ ചെയ്തിട്ടുള്ളതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കണ്ടപ്പോൾ നല്ല വ്യത്യാസമുണ്ട്.
ഇങ്ങോട്ട് തിരിഞ്ഞ് ആ മുടിയുടെ ചെമ്പ് കളറൊക്കെ പോയി കറുപ്പ് കളറായിട്ട് വരാന്നിട്ട് കുഞ്ഞിലെ പഞ്ഞിപ്പൂട പോലെ ഈ ചെമ്പ് മുടി അറിയാമല്ലോ എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത്. മുടിയെ മൊത്തം പൊടിയാണ്, നല്ലപോലെ പൊടിയുണ്ട്. അതിന് ചീകുമ്പോഴത്തേക്ക് അങ്ങ് പൊക്കോളും. അപ്പം മുടി പൊഴിച്ചിൽ പോകാനും അച്ചുവിൻ്റെ മുടിക്ക് ഞാൻ ചെയ്യുന്ന ഒരു ഹെയർ പാക്ക് ഇതാണേ. അപ്പം എന്നോട് ഗീത ചേച്ചിയാണ് ചോദിച്ചത്, ചേച്ചി ഇതാണ് ഒരു പാക്ക് ഞാൻ ചെയ്യുന്നത്, അടുത്തത് ഇനി എന്നൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഓരോ ദിവസമായിട്ട് കാണിക്കാം. ഒന്നും ചിലവുള്ളതല്ല, എല്ലാം നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഇതൊക്കെ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്. അച്ചുവിൻ്റെ മുടിയുടെ ഹെയർ പാക്കൊക്കെയാണ്. അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണാൻ മറക്കല്ലേ. ഞാൻ ഓരോന്നും നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കും പിടിക്കുന്നത് കേട്ടോ. ചിലർക്ക് ചിലത് പിടിക്കുകയില്ലായിരിക്കും. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അതിൽ ഏതാ ഏറ്റവും നല്ലതായിട്ട് പ്രയോജനപ്പെടുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ഇതെല്ലാം നിസ്സാര ചിലവോട് കൂടിയുള്ള കാര്യങ്ങളൊക്കെയാണ്, വലിയ പൈസ ചിലവോ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാവേ. അപ്പോൾ മറക്കണ്ട, നിങ്ങൾ ആ ബെൽ ബട്ടൺ അമർത്തുമ്പോഴത്തേക്ക് അതിൻ്റെ തൊട്ടടുത്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാമേ.